ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എറണാകുളം തൃപ്പൂണിത്തറയിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ ഇന്നലെ ഉച്ചയ്ക്ക് സ്വകാര്യ ബസ്സിൻ്റെ ടയറിൻ്റെ അടിയിൽ ഒരു യുവതി കുടുങ്ങിയതിനു ശേഷം മീറ്ററുകളോളം വലിച്ചയച്ചാണ് ആ ബസ് നിർത്തിയത്. ആ സമയത്ത് പുറത്തുള്ള ആൾക്കാരെല്ലാം ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് പെട്ടെന്ന് ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അതിനുശേഷം പുറകോട്ടെടുത്ത ശേഷമാണ് ആ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത്. ആ യുവതിയുടെ കാലിന് ഒരു പൊട്ടലുണ്ടായിരുന്നു. അതിനുശേഷം യുവതിയെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതിനുശേഷം സർജറി കഴിയുകയും അവർ സുഖം പ്രാപിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ ആ സമയത്ത് അവിടെ നടന്ന ഒരു സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു അവിടെ. ഓടി വന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു ചായക്കച്ചവടക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തൃപ്പൂണിത്തറ KK കോട്ട വരട്ടിപ്പറമ്പിൽ MR ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഓടി അവിടെ എത്തിയത്. ആ സമയത്ത് ആ സ്ത്രീയെ കോരിയെടുക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ ഉടുമുണ്ട് തീർച്ചയായിട്ടും അരയ്ക്ക് താഴോട്ടുള്ള ഈ ചുരിദാറിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ കീറിപ്പറഞ്ഞ നിലയിലായിരുന്നു. കാരണം ഒരു 5-6 മീറ്ററോളം ആ ബസ്സിൻ്റെ ടയറിൻ്റെ അടിയിൽ കുടുങ്ങിയ യുവതിയെ വലിച്ചുകൊണ്ടാണ് ബസ് മുന്നോട്ട് വന്നിട്ടാണ് നിന്നത്. ആ സമയത്ത് കീറിപ്പറഞ്ഞതായിരുന്നു. ആ സമയത്ത് ആ സഹോദരൻ ഷാജി എന്ന് പറയുന്ന മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് ഉരിഞ്ഞുകൊണ്ട് ഈ സഹോദരിയുടെ മാനം കാക്കാൻ വേണ്ടിയിട്ട് പുതപ്പിച്ച് കൊടുത്ത ഒരു സീൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ നാണത്തേക്കാൾ വലുതാണ് ആ സ്ത്രീയുടെ മാനം. തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇത് മലയാളികൾ 3.5 കോടി മലയാളികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ മുന്നിൽ ഇത്തരത്തിൽപ്പെട്ട അപകടങ്ങളെല്ലാം കാണുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ പകച്ചു നിൽക്കുകയാണ് ചെയ്യുക. എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാതെ പെട്ടെന്ന് അങ്ങോട്ട് ഇടപെടാനുള്ള ഒരു വൈമനസ്യം നമ്മൾ കാണിക്കും. പക്ഷേ അദ്ദേഹം അതൊന്നും കാണിച്ചില്ല. അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ ചായ വിൽപ്പന നടത്തുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഓടി വന്ന് ആ സ്ത്രീയുടെ മാനം മറയ്ക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഉടുമുണ്ട് അങ്ങോട്ട് ഉരിഞ്ഞിട്ട് ആ സഹോദരിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആ ഉടുമുണ്ട് പുതപ്പിച്ച ശേഷമാണ് അവരെ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം അദ്ദേഹം അടുത്തുള്ള ഒരു റെഡിമെയ്ഡ് കടയിൽ കയറി ഒരു മുണ്ട് വാങ്ങിയ ശേഷമാണ് ഉടുത്തത്. തീർച്ചയായിട്ടും അദ്ദേഹം വലിയൊരു കയ്യടി അർഹിക്കുകയാണ്. നമ്മുടെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് അദ്ദേഹത്തിന് ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അവിടെ നടന്നതിനെക്കുറിച്ച് ഷാജി പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചായ കൊടുക്കലാണ് ജോലി. അപ്പോൾ നമ്മൾ കടകളിലെല്ലാം ചായ കൊടുത്ത് സ്റ്റാച്യു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് അവിടെയുള്ള കടകളിലെല്ലാം ചായ കൊടുത്ത് അടുത്ത കടകളിലേക്ക് സൈക്കിൾ എടുക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കാണ് ഭയങ്കരമായ ശബ്ദം കേട്ടതും ചെന്നതും. അപ്പോൾ ഒരു ഇരുചക്ര വാഹനം ബസ്സിനടിയിൽപ്പെട്ട് വലിച്ചിഴച്ച് പോകുന്നതാണ് കാണുന്നത്. അല്പം അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞതിന് ശേഷം ബസ് എല്ലാവരും ബഹളം വെച്ചതിനെ തുടർന്ന് നിർത്തുകയും ഫ്രണ്ട് വീലിൻ്റെ വീലിനോട് ചേർന്ന് കിടക്കുന്ന സ്ത്രീയെ ഉയർത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. ആ സ്ത്രീയെ ശരീരത്തിൽ മുട്ടി ആണ് ബസ് നിന്നത്. എല്ലാവരും നെഞ്ചത്ത് കൈവച്ചുള്ള ഒരു നിപ്പായിരുന്നു. അരയ്ക്ക് കീഴ്പോട്ടുള്ള വസ്ത്രമെല്ലാം റോഡിലൂടെ ഒരഞ്ഞ് കീറി വല്ലാതിരിക്കുന്നത് സീനാണ് കാണുന്നത്. അങ്ങനെ തന്നെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാനുള്ളതല്ലേ ആ ഒരു ഇതാണ് മനസ്സിലോട്ട് വന്നത്. അപ്പോൾ ഈ തുണിയെല്ലാം പോയി കാലെല്ലാം ഒരഞ്ഞ് ഭയങ്കരമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മുണ്ട് എടുത്തു പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണല്ലോ ചേട്ടന്റെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. അറിഞ്ഞായിരുന്നോ? കണ്ടായിരുന്നു. വീട്ടുകാരെല്ലാം പറഞ്ഞ നല്ല കാര്യമാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓടിക്കോടി നമ്മളത് മുണ്ടടിച്ചെടുത്ത് പിടിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാണം മറയ്ക്കുക എന്നുള്ള ഒരു ഇത് മാത്രമാണ് അന്നേരം തോന്നിയതും. അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും എല്ലാം വാഹനത്തിൽ കയറ്റി വിടുന്നവരെ ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എവിടെ വെച്ചായിരുന്നു ഈ ഒരു അപകടം നടന്നത്? സ്റ്റാച്യു ജംഗ്ഷൻ, എറണാകുളത്തോട്ട് തിരിയുന്ന ഭാഗത്ത്. എറണാകുളത്തേക്ക് തിരിയാണ് വണ്ടികളെല്ലാം ആ ഭാഗത്ത് വെച്ച്. എന്തു തന്നെ ആയാലും മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള മനുഷ്യന്മാരാണ് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഷാജി എന്ന് പറയുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും ആ സംയോജിതമായ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ ഒരു മനപ്രയാസം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയുണ്ടായി. കാരണം ഞാൻ പറഞ്ഞതുപോലെ ആണുങ്ങളെപ്പോലെ അല്ല പെണ്ണുങ്ങൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുണ്ടുരിഞ്ഞാൽ തീർച്ചയായിട്ടും അണ്ടർവെയറിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ അവിടെ വരും. അവിടെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു നാണമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയത് എൻ്റെ നാണത്തേക്കാൾ വലുതാണ് ആ സ്ത്രീയുടെ മാനം.
തീർച്ചയായിട്ടും ആ ഒരു വാക്ക് എന്ന് പറയുന്നത് വിലപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു വാക്ക് തന്നെയാണ്. ആ KK വരട്ടിപ്പറമ്പ് ഷാജി ഇന്ന് ആ നാടിനും ആ വീട്ടിനും ആ നാട്ടുകാർക്കും നമ്മൾ കേരളത്തിനും മൊത്തം ഇന്ന് ഒരു അഭിമാനമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കാണുക. ഈ ഒരു അപകടമുണ്ടായ സീന് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു വെപ്രാളവും അതുപോലെ തന്നെ ഭയമെല്ലാം ഉണ്ടാകും. എന്നാലും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ജനങ്ങളൊക്കെ ഒന്ന് അറിയണം. ഇദ്ദേഹത്തെ പോലുള്ള മനുഷ്യന്മാർ, ഇനിയും മനുഷ്യത്വം മരിച്ചിട്ടില്ല മനുഷ്യന്മാർ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട്. അത്തരത്തിൽപ്പെട്ട ആൾക്കാരെ ലോകം അറിയണം. അദ്ദേഹം ഒരു സൈക്കിളിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ചായ കൊണ്ടുപോയി വിറ്റിട്ടാണ് ഉപജീവന മാർഗം നടത്തിപ്പോരുന്നത്. അദ്ദേഹത്തിന് ഒരു കടയിട്ട് കൊടുക്കാനൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മുന്നോട്ട് വരട്ടെ. അതിനുവേണ്ടിയെങ്കിലും ഈ വീഡിയോ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.